മഴ പെയ്തതോടെ മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന അലനല്ലൂർ അയ്യപ്പൻകാവ് പരിസരത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. പാതയുടെ അശാസ്ത്രീയ നിർമ്മാണവും മെല്ലെപ്പോക്കും ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. വെട്ടിപ്പ് നടത്താൻ കഴിയാത്തതിനാൽ സർക്കാരും MLAയും വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് യൂസഫ് അലനല്ലൂർ. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയിലാണ് അലനല്ലൂർ അയ്യപ്പൻകാവ് പരിസരത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കാർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അത്രയും അളവിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. സ്കൂട്ടറുകൾ കടന്നുപോകാൻ പ്രയാസമായതിനാൽ എതിർദിശയിലൂടെ വന്ന് കടത്തിണ്ണകളിലൂടെയാണ് പോകുന്നത്. വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. പുതിയ പാതയുടെ നിർമ്മാണ ഘടന പ്രകാരം നിലവിലെ പാതയേക്കാൾ ഇവിടം താഴ്ത്തിയിരുന്നു. ഇതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. പാതയ്ക്ക് ഇരുവശവും കടകൾ ധാരാളം ഉള്ളതിനാൽ വെള്ളം ഒഴുക്കിവിടാനും കഴിയില്ല. അശാസ്ത്രീയമായാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം അലനല്ലൂർ ഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് യൂസഫ് അലനല്ലൂർ പറഞ്ഞു. പ്രവൃത്തിയിൽ നിന്നും വെട്ടിപ്പ് നടത്താൻ കഴിയാത്തതിനാൽ സർക്കാരും MLAയും വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അലനല്ലൂർ അയ്യപ്പൻകാവിൻ്റെ പരിസരത്തുള്ള ഈ കുഴിയാണിതിൽ. ഇവിടെ വാഹനങ്ങൾ മറിയുകയും അപകടമുണ്ടാവുകയും ചെയ്യുന്നു. ഇതിന് ശരിക്കും ഉത്തരവാദിത്തമില്ല, സർക്കാരിനുമില്ല, ഇവിടുത്തെ ഭരണപക്ഷമായ പ്രതിപക്ഷമായ MLAക്കുമില്ല. MLA ഇന്നാൾ പറഞ്ഞു കണ്ണംകുണ്ട് പാലവും ഈ റോഡും ഒന്നും നമുക്ക് ഒരു ഉത്തരവാദിത്തം കിട്ടുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ അതേ പാർട്ടിയിൽപ്പെട്ട തൊട്ടടുത്തുള്ള MLAമാർക്ക് എല്ലാം അനുവദിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു അതൊന്നും ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊന്നും ഇതിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് വെട്ടിപ്പ് നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇവരുടെ ഇതിൻ്റെ കോൺട്രാക്ടർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാ നമ്മളെ തൊട്ടടുത്തുള്ള വീടുകളിൽ രോഗികളുണ്ട്, അവിടേക്ക് ഒരു ആംബുലൻസോ മറ്റോ പോകാൻ സർവീസ് റോഡില്ല. അവരൊക്കെ അത് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത്. പോസ്റ്റുകൾ മാറ്റുന്നതിന് ഫണ്ട് കിട്ടിയില്ല നമ്മൾ പറഞ്ഞു, എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ പണിയുടെ അനാസ്ഥയാണ്. വീടുകളിൽ നിന്നും പാതയിലേക്ക് ഇറങ്ങാനുള്ള വഴി പോലും ഇപ്പോൾ ഇല്ല. പ്രവൃത്തികളുടെ മെല്ലെപ്പോക്ക് കാരണം ജനങ്ങൾ ദുരിതത്തിലാണ്. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട്, വെയിലുദിച്ചാൽ കണ്ണു കാണാൻ കഴിയാത്ത അത്രയും പൊടി. ഇതാണ് ഇപ്പോൾ മലയോര ഹൈവേയിലെ സ്ഥിതി. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.